മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് തീരദേശ പാതയെന്ന് മന്ത്രി പറഞ്ഞു. പാതയ്ക്കായി നിരവധി കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന ആശങ്ക അസ്ഥാനത്താണ്. അപ്പോൾ എതിർപ്പോടുകൂടി ഒരൊറ്റ വീട് പോലും മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. തൊഴിലാളിക്ക് ഒറ്റ തിരയടിച്ചാൽ വീട് വന്ന് തകർന്നു പോകുന്നു എന്ന സ്ഥിതി നിന്നുണ്ട്. അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കലാണ് ലക്ഷ്യം. അത് അവരുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉറപ്പാക്കിയാണ്. ഫിഷറീസ് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാൽ ദിവസവും വീട്ടിൽ പോയി വന്ന് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പ്രവേശനം നൽകും. ഇന്നത്തെ ഒരു താമസ സൗകര്യം വേണ്ടത്ര നന്നല്ലാത്തതുകൊണ്ട് പല രക്ഷിതാക്കളും പഴയ കാലമല്ല തങ്ങളുടെ മക്കളെ ഒരു അസൗകര്യമുള്ള സ്ഥലത്ത് പാർപ്പിച്ച് സ്കൂളിൽ വിടാൻ തയ്യാറില്ല എന്നുള്ളതുകൊണ്ട് ഫിഷറീസ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വർഷം തൊട്ട് 50% കുട്ടികൾ ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കാൻ നയപരമായൊരു തീരുമാനമെടുത്തു. അത് ഈ വർഷം തൊട്ട് നടപ്പിലാകും. കോഴിക്കോട് ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണം ഈ സർക്കാരിന്റെ കാലത്തു തന്നെ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വെള്ളയിൽ തുറമുഖത്തെ പുലിമുട്ട് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കും. പുതിയാപ്പ, ബേപ്പൂർ, കൊയിലാണ്ടി എന്നീ തുറമുഖങ്ങളും മന്ത്രി സന്ദർശിച്ചു. മീഡിയ 1 കോഴിക്കോട്.